ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എജുബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ നോക്കുന്നത് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള SSCയുടെ പല ഷിഫ്റ്റുകളായിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതി എന്നൊക്കെയുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ എങ്ങനെയാണ് വൺസ് ടോപ്പിക് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊരു ഐഡിയ നമുക്കുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അധികം ഡിലേ ആക്കേണ്ട നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, 2013 ഉണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓക്കെ, ഡയറക്ഷൻ നമുക്ക് വായിച്ചു നോക്കാം. In the following questions, some parts of the sentences have errors and some are correct. Find out which part of a sentence has an error. The number of that part is the answer. If a sentence is free from error, then your answer is no error. Error ഒന്നും ഇല്ലെങ്കിൽ no error. Error ഉണ്ടെങ്കിൽ error ഏത് പോർഷൻ ആണെന്നും കൂടെ പറഞ്ഞാൽ മതി. First question നമുക്ക് നോക്കാം. When one hears of the incident about the plane crash, he feels very sorry. Yes, ഏത് പാർട്ടിലാണ് എറർ ഉള്ളത്? When one hears of the incident about the plane crash, he feels very sorry. ഇവിടെ എന്താണ്, എങ്ങനെ വരും ആൻസർ? ബി പാർട്ടിലാണ്. അതായത് എബൌട്ട് ദ പ്ലെയിൻ ക്രാഷ് എന്ന് വേണ്ട, ഒരു പെർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ അവിടെ സ്പെസിഫൈ ചെയ്തൊരു പ്ലെയിൻ ക്രാഷിനെ പറ്റി പറയുന്നില്ല. ഒരാൾ ഒരു പ്ലെയിൻ ക്രാഷിനെ പറ്റി കേൾക്കുമ്പോൾ അവർക്ക് കുറച്ച് വിഷമം ഉണ്ടാകും എന്നാണ്. അല്ലെങ്കിൽ പ്ലെയിൻ ക്രാഷ് പോലൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി കേൾക്കുമ്പോൾ ഒരാൾക്ക് വിഷമം ഉണ്ടാകും. അപ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയണ്ട, എന്ത് വരും? എബൌട്ട് എ പ്ലെയിൻ ക്രാഷ് എന്ന് മതി. ഓക്കെ, 78th question. I went there with a view to survey the entire procedure. I went there with a view to survey the entire procedure. Yes, 78th question. എന്താണ് error? Yes, എന്താണ് error? What's error here? 78th question. Yes. With a view to survey എന്ന് പറയുമ്പോൾ അവിടെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ജെറണ്ട് ആണ്. സർവേ അല്ല, വിത്ത് എ വ്യൂ ടു സർവേയിങ്, SURVEING ജെറണ്ട് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഹിയർ വി മസ്റ്റ് യൂസ് എ ജെറണ്ട്. Okay, next one. It had laid in the closet for a week before we found it. 79th one. എന്താണ് അതിൻ്റെ error? What's error here? ഇവിടെ എ പാർട്ടിലാണ് എറർ ഉള്ളത്. ഇവിടെ ഒരു ടൈം സോൺ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? 79th one ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. പാസ് പെർഫെക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പാസ് പെർഫെക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വേണം, നമ്മൾ എങ്ങനെ കൊടുക്കണം? ഒരു പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. ഇറ്റ് ഹാഡ് ബീൻ ലേഡ് എന്നല്ല. അപ്പൊ എന്ത് വരും? ഇറ്റ് ഹാഡ് ബീൻ ലൈയിങ് എന്ന് വരും. ഇവിടെയാണ് എറർ. ഇറ്റ് ഹാഡ് ബീൻ lying. Past perfect continuous tense ആണ് യൂസ് ചെയ്യേണ്ടത്. Past perfect continuous tense. 80th one. He was present in the court to give witness. എന്തെങ്കിലും എറർ ഉണ്ടോ അതിൻ്റെ അകത്ത്? 80th question. Yes. To give witness അല്ല. He was present in the court as a witness. ഒന്നെങ്കിൽ to give evidence നമുക്ക് കൊടുക്കാം. To give witness എന്ന് പറയില്ല. ഒന്നെങ്കിൽ to give evidence അല്ലെങ്കിൽ as a witness. ഇത് രണ്ടും കറക്റ്റ് ആണ്. ഒന്നെങ്കിൽ to give evidence എന്നാക്കണം, അല്ലെങ്കിൽ as a witness എന്ന് കൊടുക്കണം. ഇത് രണ്ടും കറക്റ്റ് ആണ്, ഇത് തെറ്റാണ്. ഓക്കെ, then 81st one.
He laughed her as she fell off the tree. He laughed her. എന്താണ് error? പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് വരും? He laughed her അല്ല, he laughed at her. At her. He laughed at her എന്ന് വേണം യൂസ് ചെയ്യാൻ. He laughed at her. Okay, he laughed at her. Yes, അപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. യെസ്, അടുത്തതിൽ 87 മുതൽ 96 വരെ. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? I and him are very good friends. 87th one. I and him are very good friends. A പാർട്ടിലാണ് എറർ. നമ്മൾ പ്രോനോൺ കേസ് കാണുമ്പോൾ നമുക്കറിയാം പ്രോനോണിലാണ് അവിടെ എറർ. എങ്ങനെ വരും? 87th one. യെസ്, 2 എററാണ് നമുക്കിവിടെ ഒറ്റ സെന്റൻസിൽ യൂസ് ചെയ്യേണ്ടത്. ഹിം വരില്ല. പിന്നെയോ ഐ ആൻഡ് ഹിമ്മിന് വരും, ഹിയേ വരുള്ളൂ. പിന്നെ നമുക്കുണ്ട് ഒരു ഓർഡർ ഉണ്ട്, 2, 3, 1 ഓർഡർ ഉണ്ട് നമുക്ക്. സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ. ഇവിടെ സെക്കൻഡ് പേഴ്സൺ ഇല്ല, തേർഡ് പേഴ്സൺ ഉണ്ട് 3, പിന്നെ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഹി ആൻഡ് ഐ എന്നേ വരൂ, ഹിമ്മും വരില്ല. ഹി ആൻഡ് ഐ ആർ വെരി ഗുഡ് ഫ്രണ്ട്സ് എന്ന് വേണം കൊടുക്കാനായിട്ട്. ഹി ആൻഡ് ഐ ആർ ഗുഡ് ഫ്രണ്ട്സ്. 2, 3, 1 റൂളാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. മാത്രമല്ല സബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹിം വരില്ല, ഹി ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ 2 കാര്യം കൂടെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഓർഡറും മാറി ഹിയും മാറിയത്. ഓക്കെ, വൺ ഷുഡ് ലുക്ക് ആഫ്റ്റർ ദിയർ പേരൻസ്. എഗെയിൻ പ്രോനൗൺ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, 2013 ചോദിച്ചിട്ടുള്ളതാണ്. വൺ ഷുഡ് ലുക്ക് ആഫ്റ്റർ ദിയർ പേരൻസ് അല്ല, വൺസ് പേരൻസ്. 88 one. One's parents. One's parents എന്ന് വേണം കൊടുക്കാനായിട്ട്, their അല്ല. One സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ once വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓക്കെ, അടുത്ത് she placed the offering to God in the altar. ഓക്കെ, 89th question. എന്താണ് എറർ? എന്താണ് അതോ എറർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ വല്ലതും ആണോ അത്? യെസ്, അല്ല നോ എറർ ക്വസ്റ്റ്യനോ അങ്ങനെ എന്തെങ്കിലും ആണോ? 88th question നോക്കിക്കേ, സോറി 89th question നോക്കിക്കേ. ഷീ പ്ലേസ് ദ ഓഫറിംഗ് ടു ഗോഡ് ഇൻ ദ ആൾട്ടാർ. 89th one എന്താണ്? യെസ്, ഗോഡ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സോ ടു ദ ഗോഡ് എന്ന് വേണം കൊടുക്കാൻ. 89th one, ടു ദ ഗോഡ്. ടു ദ ഗോഡ് എന്ന് വേണം കൊടുക്കാൻ. 90th one, teachers were instructed to follow an uniform method of evaluation. 90th one എന്ത് വരും? യൂണിഫോം. ആൻ യൂണിഫോം അല്ല, എ യൂണിഫോം എന്ന് മതി. എ യൂണിഫോം മെത്തേഡ്, എ യൂസ്ഫുൾ ടോയ്, എ യൂണിവേഴ്സിറ്റി, എ യുണീക് മെത്തേഡ്. ഇതിനെ കൂടെ എ ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത്, newspapers they admit that advertising sometimes influences their editorial policy. 91st one എന്താണ്? the newspapers they admit എന്നാണ്. ഇവിടെ സബ്ജക്റ്റ് ന്യൂസ് പേപ്പർ ആണ്, അപ്പൊ അതിൻ്റെ കൂടെ ദയുടെ ആവശ്യമുണ്ടോ? ഇല്ല. സബ്ജക്റ്റ് ഇറ്റ്സെൽഫ് അത് ന്യൂസ് പേപ്പർ ആണ്, അപ്പൊ അതിൻ്റെ കൂടെ ദയുടെ ആവശ്യം ഇല്ല. No sooner did I finish my speech, I was subjected to a barrage of questions. 92nd one എന്താണ്? No sooner did അല്ല, no soonerന്റെ കൂടെ അതിൻ്റെ പേരായിട്ട് വരുന്ന എന്താണ്? No sooner than. No sooner than എന്ന് വേണം കൊടുക്കാൻ. No sooner than. ഓക്കെ, അതിൻ്റെ കൂടെ ഡിഡ് യൂസ് ചെയ്യില്ല. ആ ഒരു പേര് no sooner than ആണ് പേര് വരുന്നത്. 93rd one, I saw him coming out of the hotel on 10 o'clock. 93rd question എന്താണ്?
I saw him coming out of the hotel on 10 o'clock. എന്ത് വരും? At 10 o'clock. I saw him coming out of the hotel at 10 o'clock. At 10 o'clock എന്നാണ് പറയുന്നത്. One of my friend is returning to India from the USA. One of my friend is returning from India, returning to India from USA. എന്തായിരിക്കും? എന്താണ്? One of my friend എന്നല്ല, one of my friends. One of my friends എന്ന് വേണം യൂസ് ചെയ്യാൻ. എനിക്ക് ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അതിൽ ഒരാളാണ് USA നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് USA നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ഒരുപാട് ഫ്രണ്ട്സ് അല്ല, എൻ്റെ എല്ലാ ഫ്രണ്ട്സും വരുന്നില്ല, ഒരാളാണ്. അപ്പം എനിക്ക് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വൺ ഓഫ് മൈ ഫ്രണ്ട് അല്ല, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് വേണം യൂസ് ചെയ്യാൻ. 95th one. He knows that your muscles are not same as his. 95th one. എന്താണ് എറർ? എന്താണ് 95th one? യെസ്, ഇവിടെ ഒരു കമ്പാരിസൺ ആണ് അല്ലേ? അപ്പോ he knows that your muscles are not the same as his. The അവിടെ ഒരു കമ്പാരിസൺ കാണിക്കുന്നുണ്ട്, ആർട്ടിക്കിൾ the അവിടെ നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ. The. അടുത്തത്, we shall wait till you will finish your lunch. 96th one. We shall wait. അപ്പൊ എന്ത് വരും? We shall wait till you finish your lunch മതി. ഈ സെന്റൻസിന്റെ ഇനിഷ്യൽ ഫേസിൽ അല്ലെങ്കിൽ ആ തുടക്കത്തിൽ നമ്മൾ ഒരു ഷാൽ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അവിടെ ഒരു വില്ലിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, we shall wait till you finish your lunch എന്ന് മതി. We wait till you will finish എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ അവിടെ ഓൾറെഡി വിൽ യൂസ് ചെയ്തുകൊണ്ട്, ഷാൽ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് ആ വില്ലിന്റെ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോകാം. Okay, Vijay is very cleverer than Ram. Vijay is very cleverer than Ram. എന്താണ് ഇതിൻ്റെ അകത്ത് എറർ? എന്താണ്? രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് അല്ലെ? ഇവിടെ രണ്ടുപേരെ തമ്മിൽ, വിജയിനെയും റാമിനെയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. അപ്പോ വെരി ക്ലെവറർ വേണ്ട, എന്ത് വരും? വിജയ് ഈസ് ക്ലെവറർ ദാൻ റാം എന്ന് പറയും. വെരി എന്ന് വേണ്ട. നമ്മൾ എഡ്ജക്റ്റീവ്സിൽ പഠിക്കുന്ന റൂളാണ്, രണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ ഒരിടത്ത് യൂസ് ചെയ്യേണ്ട. സോ ക്ലെവറർ എന്ന് മതി. നോ സൂണർ ഡിഡ് ദ പോലീസ് അറേ ദ റോബേഴ്സ് റാൻ അവേ. നോ സൂണറിന്റെ കൂടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? നോ സൂണർ ദാൻ. നോ സൂണർ ദാൻ. അഗെയിൻ നോ സൂണർ ദാൻ. ഡിഡ് അല്ല. ഐ നോ എ ഡോക്ടർ യു ആർ റെഫറിങ് ടു. I know a doctor you are referring to. അപ്പോൾ എന്ത് വരും? I know a doctor അല്ല, ആ സ്പെസിഫൈ ചെയ്യണം. നിങ്ങൾ റെഫർ ചെയ്യുന്ന ആ ഡോക്ടറിനെ എനിക്കറിയാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ I know the doctor. ഏതെങ്കിലും ഒരു ഡോക്ടർ, I know a doctor എന്ന് പറയുന്ന സെന്റൻസ് നിർത്തുമായിരുന്നെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു ഡോക്ടർ ഉണ്ട്, നിങ്ങൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടറിനെ എനിക്കറിയാമെന്നാണ് പറയുന്നത്. സോ I know the doctor you are referring to. അടുത്തത്, സ്മോക്ക് ഫ്രം ഡീസൽ എഞ്ചിൻസ് become visible as the carbon content increases. 104. ഇതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്, ബിക്കം അല്ല, സ്മോക്ക് ആണ്, അത് സിംഗുലർ ആണ്. അപ്പോൾ ബിക്കംസ് എന്ന് വേണം വരാനായിട്ട്. സബ്ജക്റ്റ് സ്മോക്ക് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അടുത്തത്, the moon is shining brightly tonight. Is it? The moon is shining brightly tonight. Question tag തെറ്റാണ്. Is it എന്നല്ല, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. എന്ത് വരും? the moon is shining brightly tonight. Isn't it?
നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് യൂസ് ചെയ്യേണ്ടത് പോസിറ്റീവ് സെന്റൻസിന്റെ കൂടെ. അടുത്ത് there was great excitement on planet of Mars this week. Was in there 106th one എന്ത് വരും? പ്ലാനറ്റ് ഓഫ് മാർസ് അല്ല, പ്ലാനറ്റ് മാർസ് എന്ന് മതി. അതാണ് അവിടുത്തെ എറർ. പ്ലാനറ്റ് ഓഫ് വേണ്ട. ഓക്കെ, അടുത്ത സെറ്റിലേക്ക് പോകാം. യെസ്, അഗെയിൻ നമുക്ക് ഡയറക്ഷൻ ഉണ്ട്. 2015 ക്വസ്റ്റ്യൻ ആണ്, CGL ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. In the following questions, some parts of the sentences have errors and some are correct. Find out which part of a sentence has an error. If a sentence is free from error, mark no error as your answer. നോക്കാം. 137. A bird in the tree is worth two in the bush. കേട്ടിട്ടുള്ള സെന്റൻസ് ഒക്കെയാണ്, നമുക്ക് അത്യാവശ്യം അറിയാവുന്ന സെന്റൻസ് ഒക്കെയാണ്. A bird in the bush, sorry, in the tree is worth two in the bush. 137. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും പാർട്ടിൽ എറർ ഉണ്ടോ? എന്താണ് എ ബേർഡ് ഇൻ ദ ട്രീ എന്നാണോ? എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് എന്നല്ലേ? യെസ്, ഹാൻഡ് ആണ് കേട്ടോ. അടുത്ത്, ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ടേക്ക് ഹെവി ലഗേജസ് വൈൽ ഓൺ എ ജേർണി. ലഗേജസ് എന്ന് നമ്മൾ പറയില്ല, ലഗേജ് എന്നേ പറയുള്ളൂ. ലഗേജ് എന്നത് നമുക്ക് ലഗേജ് സിംഗുലർ ആണ്, പ്ലൂറൽ ഫോം ഇല്ല. ലഗേജസ് എന്നൊരു വേർഡ് ഇല്ല, നമ്മൾ തെറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ലഗേജ്, ബാഗേജ്. ഓക്കെ, 131. Just outside my house are a playground for school boys and girls. 131. Question number 139. എന്തായിരിക്കും? Yes, just outside my house are a playground. Playground singular അല്ലേ? Is a playground. Just outside my house is a playground. Yes, is a playground എന്ന് വേണം അവിടെ കൊടുക്കാൻ. Just outside my house is a playground. Okay, അടുത്തത്, he can be a basketball player since he is tall like a mule. 140th question. അതെന്ത് കമ്പാരിസൺ ആണല്ലേ? tall like a mule എന്ന് പറയൂ. ഇല്ല. സോ നമുക്ക് ഹിൻസ് he is tall like a mule എന്ന് പറയില്ല, കമ്പാരിസൺ തെറ്റാണ്. നമുക്ക് എറർ സ്പോട്ടിംഗ് ആണ്, എറർ സ്പോട്ടിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ ജിറാഫ് എന്ന് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. he can be basketball player since he is tall like a giraffe എന്നാണെങ്കിൽ സെന്റൻസ് കറക്റ്റ് ആണ്. എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ജിറാഫ് എന്ന് ആഡ് ചെയ്യണമെന്നില്ല. എറർ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മ്യൂളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അടുത്ത്, who do you think I met? Who do you think I met? എന്ത് വരും? Whom do you think? Who അല്ല, whom. Whom do you think I met? ഓപ്ഷൻ എയിലാണ് എറർ ഉള്ളത്. whom. who അല്ല, whom ആണ് കറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? Then again next one. അടുത്ത സെറ്റ് 97 മുതൽ 100 വരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോക്കാം. I met him few weeks before. I met him few weeks before. എന്തെങ്കിലും എറർ ഉണ്ടോ? ഇല്ല. അതൊരു നോ എറർ ക്വസ്റ്റ്യൻ ആണ്. നോ എറർ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. 98th one. I shall wait for you till you will finish your lunch. I shall wait for you till you will finish your lunch. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. എന്താണ് ഇവിടെ? ഈ വില്ലിന്റെ ആവശ്യമില്ല, ഓൾറെഡി ഇവിടെ ഒരു ഷാൽ കൊടുത്തിട്ടുണ്ട്. ഐ ഷാൽ വെയിറ്റ് ഫോർ യു ടിൽ യു ഫിനിഷ് യുവർ ലഞ്ച് എന്ന് മതി, വില്ല് വേണ്ട. ഓക്കെ, 99th one. The price of car have been reduced recently. 99th one.
എന്ത് വരും? The price of car have reduced recently. Have been എന്ന് വേണ്ട, have reduced എന്ന് മതി. The teacher has not yet entered into the classroom. 100th one. The teacher has not yet in the classroom. Into the classroom അല്ല, in the classroom എന്ന് മതി. Okay. In മതി. Clear? ആ ഒരു 4 questions കഴിഞ്ഞു. അടുത്ത സെറ്റിലേക്ക് നമുക്ക് പോകാം. Yes. The job for drawing water from the village well is usually carried out by the women and young girls. 155th one. Yes. എന്തായിരിക്കും ഇതിനകത്ത് error? The job for അല്ല, job of ആണ്. Job of. 156th one. I remember him as someone who was a lot nicer than circumstances want. എന്തായിരിക്കും 156th one? അതൊരു no error question ആണ്. ഞാൻ നേരത്തെ ക്ലാസ്സുകളിലും പറയാറുണ്ട് എറർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഇതിപ്പോൾ എനിക്കൊന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ നോക്കിയില്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എറർ ഒന്നും ഇല്ലാത്തപ്പം എല്ലാ സെൻറ്റൻസിലും ഒരു എറർ ഉണ്ടെന്ന് വിചാരിച്ച് അവിടെ എറർ മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. no error ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അടുത്ത several days passed before Jeff worked over enough courage to return to the house. 157th one. എന്താണ്? worked over എന്നല്ല, several days passed before. worked over എന്ന് പറയില്ല. വേണമെങ്കിൽ നമുക്ക് gathered കൊടുക്കാം. worked over തെറ്റാണ്. നമുക്ക് ആക്ച്വലി ഇവിടെ എറർ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി, പക്ഷെ അതൊന്ന് കറക്റ്റ് സെൻറ്റൻസിൽ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. gathered. ആൻഡ് നെക്സ്റ്റ് സെറ്റ് നോക്കാം. Yes. അടുത്തത്. In the following questions, one part of the sentence may have an error. Find out which part of the sentence has an error. If the sentence is free from error, mark no error as option. One should keep his word. എന്താണ്? One should keep one's word. Once. One apostrophe s ആണ്. If you turn the corner, you will find a house built of stone. എന്തായിരിക്കും? You will found അല്ല, you will find. You will find. If you turn the corner, you will find a house built of stone. His appearance bears a striking resemblance to your cousin. 160th one. എന്താണ്? no error question again. അതൊരു no error question ആണ്. ഈ സെറ്റിൽ തേർഡ് ക്വസ്റ്റ്യൻ ആണ് എറർ ഒന്നും ഇല്ലാത്തത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണിത്. ഈ ഒരു സെഷനിലെ നമ്മുടെ ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. 2016 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. 3 years have elapsed since that I had gone to visit my aunt in the city. 3 years have elapsed since I had gone to visit my aunt. എന്തായിരിക്കും എറർ? സിൻസ് വരില്ല, പിന്നെയോ that I had. അടുത്ത, he needs not have shouted at me that way. പറയുമ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുള്ളൊരു സെന്റൻസ് ആണ് അല്ലേ. എന്താണ് അവിടെ എറർ? he needs not അല്ല, he need not have shouted at me that way. I reached 2 hours before he had come. Sorry, he had came. ഇവിടെ എന്താണ് എറർ? what's error here? 179th question. എന്തെങ്കിലും എറർ ഉണ്ടോ? Yes, I reached 2 hours before he came. Madi, he had came വേണ്ട. Okay,
അടുത്തത്, the car that he is using these days is belonging to his employer. എന്താണ് ഇതിനകത്ത് 180th question? എന്താണ് ഇതിനകത്ത്? He is belonging അല്ല. The car that he is using these days belongs. He is belonging അല്ല. The car that he is using these days belongs to his employer. And നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. He assured me that he will return in an hour. He assures me that he will return in an hour. 181. ഏതാണ്? Again, that's a no error question. പിന്നെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ 4 ക്വസ്റ്റ്യനോളം നോ എറർ ആയിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെയും പറഞ്ഞു, ഒരു 10 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും നോ എറർ ആയിട്ട് വരും. എല്ലാ സെൻറ്റൻസിലും എറർ ഉണ്ടെന്ന് വിചാരിച്ച് കറക്കി കുത്തി ഏതെങ്കിലും ഒരു എറർ കണ്ടുപിടിക്കാൻ നിൽക്കരുത്. കറക്റ്റ് സെൻറ്റൻസ് കറക്റ്റ് ആണെങ്കിൽ നോ എറർ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അവർക്കും നോ എറർ കൊടുക്കാൻ മടിയാണ്. ഞാൻ നോക്കുമ്പോൾ നോ എറർ വരാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് മാറ്റിവിടും. അങ്ങനെ ചെയ്യരുത്. നോ എറർ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ നമുക്ക് വരാറുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. നമ്മളിപ്പോൾ 2016 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനിയും കാണാം. എറർ സ്പോട്ടിംഗ് ആയിരുന്നു. ഇതിൻ്റെ ബാക്കി നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ.